ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. എന്തൊക്കെയായാലും നെയ്മർ ജൂനിയറെ വേൾഡ് കപ്പ് ടീമിൽ നിന്നും ഒഴിവാക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള നിലപാട് കാർലോ ആഞ്ചലോട്ടി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അത് നെയ്മർ ആരാധകർക്ക് സന്തോഷം പകർന്നു നൽകിയ ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ നെയ്മർ എന്ന് തിരിച്ചെത്തും എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട വലിയ ഒരു ലേഖനം ലുക്കാസ് ബറോസ് എന്ന മാധ്യമ പ്രവർത്തകൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതായത് ജൂൺ 13 മൊറോക്കോക്കെതിരെയാണ് ബ്രസീൽ വേൾഡ് കപ്പിലെ തങ്ങളുടെ ആദ്യത്തെ മത്സരം കളിക്കുക. ആ മത്സരമാവുമ്പോഴേക്കും റെഡിയാവുക എന്നുള്ളതാണ് നെയ്മറുടെ ലക്ഷ്യം. അതായത് ആ മത്സരത്തിന് തിരിച്ചെത്തണം. അതിനു വേണ്ടിയാണ് നെയ്മർ ഇപ്പോൾ കഠിന ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ലുക്കാസ് ബറോസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് കാഫ് ഇഞ്ചുറിയിൽ നിന്ന് മുക്തനാവാൻ വേണ്ടി വളരെ ഇൻറ്റൻസീവായ തീവ്രമായ റിക്കവറി പ്രോഗ്രാം നെയ്മർ ജൂനിയർ തുടരുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ റീഹാബിലിറ്റേഷൻ ദിവസേന 3 ഘട്ടങ്ങളിലായിക്കൊണ്ടാണ് തരം തിരിച്ചിട്ടുള്ളത്. ഇതിൽ 2 ഫിസിയോതെറാപ്പി സെഷനുകളും അതുപോലെ തന്നെ മസിൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള വ്യായാമങ്ങളും ഉൾപ്പെടുന്നു. കൂടാതെ മെഡിക്കൽ ടീം തയ്യാറാക്കിയ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി പരിക്കേറ്റ ഭാഗത്ത് പ്രഷർ ബൂട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള 3ാമത്തെ ഒരു സെഷനും ഇതിലുണ്ട്. സൗഹൃദ മത്സരങ്ങൾ അവസാനിച്ച ശേഷം ജൂൺ 7-ാം തീയതിയോ അല്ലെങ്കിൽ ജൂൺ 8-ാം തീയതിയോ ബോൾ കൊണ്ടുള്ള ട്രെയിനിങ് അദ്ദേഹം ആരംഭിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതുവരെ ബോൾ കൊണ്ടുള്ള ട്രെയിനിങ് അദ്ദേഹം നടത്തിയിട്ടില്ല. വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി തുടരുകയാണെങ്കിൽ ബോൾ കൊണ്ടുള്ള ട്രെയിനിങ് വളരെ വേഗത്തിൽ തുടങ്ങാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ പ്രശ്നം എന്നാൽ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകുന്ന പ്രഷർ ഉണ്ടാകുന്ന മസിൽസ് ആണ് കാഫ് മസിൽസ്. പ്രത്യേകിച്ച് വേഗത്തിലുള്ള ഓട്ടം, അതുപോലെ തന്നെ ഓട്ടത്തിനിടയിൽ പെട്ടെന്ന് ദിശ മാറുന്നത്, അതുപോലെ തന്നെ ഓട്ടത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നത് എന്നിവയൊക്കെ ഈ പരിക്കിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യങ്ങളാണ്, അതല്ലെങ്കിൽ സാധ്യതയുള്ളവയാണ്. ഇക്കാരണത്താൽ മെഡിക്കൽ ടീം വളരെ ജാഗ്രതയോടുകൂടിയാണ് നെയ്മറുടെ ഈ പരിക്കിനെ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ലുക്കാസ് ബറോസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. നെയ്മർ 100% ഫിറ്റ്നസ് വീണ്ടെടുത്താൽ മാത്രമാണ് മത്സരത്തിലേക്ക് മടങ്ങി വരാനുള്ള ഒരു അനുമതി ടീം ഡോക്ടർമാർ അതല്ലെങ്കിൽ മെഡിക്കൽ ടീം അദ്ദേഹത്തിന് നൽകുകയുള്ളൂ. അല്ലാതെ ധൃതി പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ കളിക്കളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. 100% ഫിറ്റ്നസ് വീണ്ടെടുക്കുക, അതിനുശേഷം മാത്രമായിരിക്കും നെയ്മർ തിരിച്ചെത്തുക. കാരണം നെയ്മറുടെ പരിക്ക് ഒരൽപ്പം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ പരിക്ക് വീണ്ടും വളരാൻ സാധ്യതയുണ്ട്. ഏതായാലും മൊറോക്കോക്കെതിരെയുള്ള ആദ്യ മത്സരത്തിൽ നെയ്മറെ പങ്കെടുപ്പിക്കുക, അതല്ലെങ്കിൽ ആ മത്സരത്തിന് വേണ്ടി നെയ്മറെ തയ്യാറാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് മെഡിക്കൽ ടീം ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.